29 ജനുവരി ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയ ബാങ്ക് നിഫ്റ്റിയിൽ 47,981 താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ അപ്പ് സൈഡിലേക്കുള്ള ട്രേഡിനായിരിക്കും. ഇനി അതെല്ലാം മാർക്കറ്റ് 48,280 മുകളിലേക്കാണ് മാർക്കറ്റ് ആദ്യം പോകുന്നതെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡിനായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുക. അതാണ് ബാങ്ക് നിഫ്റ്റീൻ്റെ ലെവൽസ് എന്ന് പറഞ്ഞാൽ. നിഫ്റ്റിയുടെ ലെവല് താഴെ ഡൗൺ സൈഡ് 22,857 ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. ഇത് ടാപ്പ് ചെയ്യുമ്പം അപ്പ് സൈഡിലേക്കും 23,168 എന്ന് പറഞ്ഞ ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ഡൗൺ സൈഡിലേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ 23,347 പക്ഷേ മാർക്കറ്റ് ഈ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിലും ഞാൻ ഡൗൺ സൈഡിലേക്കായിരിക്കും ഫസ്റ്റ് ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി അല്ല ഇതിൻ്റെ താഴേക്കാണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് ട്രേഡ് മുകളിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. ഇതാണ് 29-ാം തീയതിയുള്ള ട്രേഡ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി ഇൻ കേസ് മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പിലോ ലിക്വിഡിറ്റി ഏരിയ എടുക്കാതെ വരികയാണെങ്കിൽ അന്ന് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഫസ്റ്റ് ട്രേഡ് മാത്രമേ ഈ ഒരു ലെവൽ ഞാൻ ചെയ്യുള്ളൂ. സെക്കൻഡ് ട്രേഡ് അന്നത്തെ ദിവസം മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. താങ്ക് യു.